ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മെയ് മാസത്തിലെ അഭിജിത്ത് നക്ഷത്രം വരുന്ന ദിവസം, അത് നാളെയാണ്. വൈശാഖ മാസത്തിൽ വരുന്ന അഭിജിത്ത് നക്ഷത്രമാണ് നാളെ. നമുക്കറിയാം വൈശാഖ മാസം വളരെയധികം പവർഫുള്ളാണെന്നുള്ളത്. സോ ആ ഒരു വൈശാഖ മാസത്തിൽ വരുന്ന നമ്മുടെ അഭിജിത്ത് നക്ഷത്രം, അതും വെള്ളിയാഴ്ചയാണ് വന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നാളെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ലക്ഷ്മി ദേവിയുടെ ഒരു ചെറിയ പരിഹാരത്തെക്കുറിച്ചും കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും അഭിജിത്ത് നക്ഷത്ര സമയം എപ്പോഴാണെന്നുമൊക്കെ നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് അഭിജിത്ത് നക്ഷത്ര സമയം വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. എന്താണ് അഭിജിത്ത് നക്ഷത്രം എന്നുള്ളത് ഏറെക്കുറെ എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം ഫെമിലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കുമല്ലോ. കാരണം നമ്മൾ എല്ലാ മാസവും ഇതിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ അഭിജിത്ത് നക്ഷത്രം നാളെ വൈകിട്ടാണ് വരുന്നത്. നാളെ വെള്ളിയാഴ്ച രാത്രി 9:08 ആരംഭിച്ച് 9:32 അവസാനിക്കും. അതായത് ആ ഒരു 24 മിനിറ്റ് സമയമാണ് അഭിജിത്ത് നക്ഷത്രം വരുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്കുമായിട്ട് ഇപ്പോൾ പങ്കുവയ്ക്കാൻ പോകുന്ന ഈ ഒരു ലക്ഷ്മി ദേവിയുടെ പരിഹാരം ചെയ്യേണ്ടത് 8 to 9 വരുന്ന ശുക്രഹോര സമയത്താണ്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ്. നമുക്കറിയാം, നമ്മുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഹാളിലോ 2 ദീപങ്ങൾ നെയ്യൊഴിച്ച് കിഴക്കോട്ട് അഭിമുഖമായി വരത്തക്ക രീതിയിൽ കൊളുത്തി വെച്ചിട്ട് നമ്മൾ അതിനു മുൻപിലിരുന്ന് 3 പ്രാവശ്യം അഭിജിത്ത് സ്തുതി ആദ്യം ചൊല്ലണം. അതിനുശേഷം നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ ഏതാണോ നമ്മുടെ ഇഷ്ടദൈവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൊല്ലാൻ ഇഷ്ടമുള്ള മന്ത്രം ഏതാണോ അത് അവിടെ ഇരുന്ന് ആ 24 മിനിറ്റ് ചൊല്ലുക എന്നുള്ളതാണ്. ഇപ്പം ഒരുപാട് പേർക്കുള്ളൊരു സംശയം, പീരിയഡ്സ്, വാലായ്മ പോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ചിലർ യാത്ര പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? ആ ഒരു 24 മിനിറ്റ് സമയം കണ്ടിന്യൂസ് ആയിട്ട് അഭിജിത്ത് സ്തുതി അങ്ങ് ചൊല്ലിക്കൊള്ളുക. നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട. കാരണം പീരിയഡ്സ്, വാലായ്മ പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ദീപം കൊളുത്താൻ പറ്റില്ല. അപ്പം നമ്മൾ എവിടെയെങ്കിലും 24 മിനിറ്റ്സ് സ്വസ്ഥമായിട്ട് പോയിരുന്ന അഭിജിത്ത് സ്തുതി കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിൽ ചൊല്ലുക. ഇപ്പം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് ഇതേ കാര്യം തന്നെയാണ്. മനസ്സിൽ ഭഗവാനെ കണ്ടിട്ട് നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അഭിജിത്ത് സ്തുതി അങ്ങ് ചൊല്ലിക്കൊള്ളുക. ഇപ്പോൾ ദീപം കൊളുത്തി വെച്ച് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ദീപം കൊളുത്തുക. ആ ദീപത്തിന് പൂക്കളൊക്കെ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയ്ക്ക് ശേഷം 3 പ്രാവശ്യം അഭിജിത്ത് സ്തുതി ചൊല്ലുക. അഭിജിത്ത് സ്തുതി ചൊല്ലിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മന്ത്രം, അതിപ്പം ഏത് ഈശ്വരൻ്റെയും ആയിക്കൊള്ളട്ടെ, ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ വേണമെന്നില്ല, നമ്മൾ ആ ഒരു മന്ത്രം ആ ഒരു 24 മിനിറ്റ് സമയം കഴിയുന്നത് വരെ ചൊല്ലുക എന്നുള്ളതാണ്. അപ്പം നാളത്തെ അഭിജിത്ത് നക്ഷത്ര സമയം ഇതാണ്. ഇനി എന്താണ് അഭിജിത്ത് സ്തുതി? ഇത് എല്ലാ മാസവും ഞാൻ പറഞ്ഞു തരുന്നതാണ്. എങ്കിലും അഭിജിത ആഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥധീയ ജ്യോതിനാം നളഗംഗാധര ഭവധാരണ ശിവസ്യ വിഷ്ണുമേധിനാം ഭവതവലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഇതാണ് അഭിജിത്ത് സ്തുതി എന്ന് പറയുന്നത്. ഈ ഒരു മന്ത്രമാണ് നമ്മൾ ആ ഒരു 3 പ്രാവശ്യം ചൊല്ലേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ക്ലിയറായി എന്ന് വിശ്വസിക്കുന്നു. ഇനി നാളെ വെള്ളിയാഴ്ച നമ്മൾ ചെയ്യേണ്ടുന്ന ലക്ഷ്മി ദേവിയുടെ വളരെ എളിയ എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഫലം തരുന്ന ഒരു കാര്യം കൂടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടിയിട്ട് നോക്കാം. നാളെ നമ്മൾ വ്രതമെടുത്ത് ലളിതാ സഹസ്രനാമം ജപിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ത്രിശക്തികളും
അതായത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നുള്ള 3 ശക്തികളും ലക്ഷ്മി ദേവിയും ദുർഗാദേവിയും സരസ്വതീ ദേവിയും ലളിതാ സഹസ്രനാമത്തിൽ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ വെള്ളിയാഴ്ച 3 ദേവികളെയും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ വ്രതമെടുക്കണം. വ്രതം എന്ന് പറയുമ്പം നമുക്ക് സൂര്യ ഉദയം മുതൽ സൂര്യ അസ്തമയം വരെ എന്നുള്ള രീതിയിലാണ് വ്രതമെടുക്കേണ്ടത്. ഒരു നേരം നമുക്ക് അരിയാഹാരം കഴിക്കാം. അതിൽ തന്നെ വെള്ളിയാഴ്ച അത്താഴപ്പട്ടിണി കിടക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് അരി ഒഴിച്ചുള്ള മറ്റെന്തെങ്കിലും കഴിക്കാം, ഉച്ചയ്ക്ക് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അരി ഒഴിച്ചുള്ള മറ്റെന്തെങ്കിലും കഴിക്കാം, രാത്രിയിൽ നിങ്ങൾക്ക് ചോറ് വേണമെങ്കിൽ ചോറ് കഴിക്കാം. അങ്ങനെയുള്ള കാര്യം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നാളത്തെ ദിവസം ഫുഡ് കഴിക്കാം. പക്ഷേ നമ്മൾ നോൺ വെജ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. നാളെ രാവിലെ എഴുന്നേറ്റ് കുളിക്കണം. സൂര്യോദയത്തിന് മുൻപ് ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ നമ്മൾ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി ചുമന്ന അല്ലെങ്കിൽ വെള്ള പൂക്കൾ കൊണ്ട് നിലവിളക്കിനെ അലങ്കരിക്കണം. അതേപോലെ നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അതിനും, വിഗ്രഹമുണ്ടെങ്കിൽ അതിനും നമ്മൾ ചുമന്ന അല്ലെങ്കിൽ വെള്ള പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം ലളിതാ സഹസ്രനാമം ജപിക്കുക. ജപിക്കുന്നതിന് മുൻപായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മുടെ അടുത്ത് വെക്കണം. നമുക്ക് കുടിക്കാൻ പറ്റുന്ന ആ ഒരു പാകത്തിന് മാത്രമേ ജലമെടുക്കാവുള്ളൂ. ആ ജലമെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ആ ജലത്തിനോട് നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുക. ലളിതാ സഹസ്രനാമം തന്നെ ജപിക്കണം. ഇനി ലളിതാ സഹസ്രനാമം ബുക്ക് കയ്യിലില്ല, ജപിക്കാൻ അറിയില്ല, ജപിക്കാനുള്ള സമയമില്ല, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഓം ശ്രീ മാത്രേ നമഃ എന്നുള്ള മന്ത്രം ജപിക്കാവുന്നതാണ്. രാവിലെയും വൈകിട്ടും നാളെ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കണമെന്നുള്ളതാണ്. ഇനി ഈ വീഡിയോ കാണാൻ താമസിച്ചു പോയി, രാവിലെ ജപിക്കാൻ പറ്റിയില്ല, വൈകിട്ട് മാത്രമേ ജപിക്കാൻ പറ്റുള്ളൂ, അതിൽ തെറ്റുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റുകളൊന്നുമില്ല. പക്ഷേ നാളത്തെ ദിവസത്തെ രാവിലെയും വൈകിട്ടുമുള്ള ലളിതാ സഹസ്രനാമ ജപത്തിന് നമ്മുടെ ഇല്ലായ്മകളെ ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ലളിതാ സഹസ്രനാമം ജപിക്കണം. ഇനി ജപിക്കാൻ പറ്റില്ലാത്തവർ കേൾക്കാനായിട്ടെങ്കിലും ശ്രമിക്കണം. അതിനുശേഷം, അതായത് ലളിതാ സഹസ്രനാമം ജപിച്ചതിന് ശേഷം പ്രാർത്ഥനയ്ക്കും ശേഷം നമുക്ക് ആ ജലം പ്രാർത്ഥനയോടുകൂടി എൻ്റെ ഈ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ജലം മുഴുവൻ നമുക്ക് കുടിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എടുക്കുന്ന ഗ്ലാസ് തുളുമ്പണമെന്നില്ല. നിങ്ങൾക്ക് അര ഗ്ലാസ് അല്ലെങ്കിൽ 3/4 ഗ്ലാസ് എടുക്കാൻ പറ്റുമോ, അതേ കുടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത്രയും എടുത്താൽ മതി എന്നുള്ളത്. നാളത്തെ ദിവസം വീടിനടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ നമ്മൾ ദർശനം നടത്തണം. അതിപ്പം ഏത് ദേവിയുമായിക്കോട്ടെ, ഭദ്രകാളിയാവാം, ഭുവനേശ്വരി ദേവിയാകാം, ഭഗവതിയാവാം, ദുർഗയാവാം, ആരുമാവാം. ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി അമ്മയ്ക്ക് ചുമന്ന കളറിലെ പട്ടുവസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം. ചുമന്ന ചെമ്പരത്തി പൂക്കൾ കൊണ്ടുപോയി സമർപ്പിക്കാം. നാരങ്ങാമാല സമർപ്പിക്കാം. നമ്മളെക്കൊണ്ട് പറ്റുന്ന എന്തും സമർപ്പിക്കാം. ഇപ്പം സാരി വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്, കുപ്പിവിളകൾ വാങ്ങിച്ചു കൊടുക്കാം, മഞ്ഞൾ കുങ്കുമം വാങ്ങിച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് താല്പര്യമുള്ള എന്തും ദേവിക്ക് നമുക്ക് വാങ്ങിച്ച് കൊടുക്കാവുന്നതാണ്. അതിന് ശേഷം അവിടെ പോയി ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു 11 പ്രാവശ്യം അമ്മയുടെ വിഗ്രഹത്തെ നോക്കി നമ്മൾ കണ്ണുകൾ അടയ്ക്കാതെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ എന്നുള്ള മന്ത്രം ഒരു 11 പ്രാവശ്യം ജപിക്കുകയും കൂടി വേണം. ശേഷം തിരിച്ച് നമ്മൾ വൈകിട്ട് വീട്ടിലോട്ട് വന്നതിന് ശേഷവും രാവിലെ ചെയ്തതുപോലെ തന്നെ നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തി നമ്മൾ വീണ്ടും ലളിതാ സഹസ്രനാമം ജപിക്കുക എന്നുള്ളതാണ്. ലളിതാ സഹസ്രനാമം ജപിച്ചതിന് ശേഷം നമ്മുടെ വീട്ടിലോട്ട് എല്ലാ ഐശ്വര്യങ്ങളും തരണമെന്ന് ദേവിയോട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇതാണ് നമ്മൾ നാളെ ചെയ്യേണ്ടുന്ന ലളിതമായിട്ടുള്ളൊരു കാര്യം. അപ്പം ലക്ഷ്മി പൂജകളൊക്കെ ചെയ്യണ്ടേ എന്ന് എല്ലാവരും ചോദിക്കും. ലക്ഷ്മി പൂജകൾ നാളത്തെ ദിവസം നിങ്ങൾ സാധാരണ ചെയ്യുന്നത് പോലെ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലുകയോ കനകധാരാ സ്തോത്രം ചൊല്ലുകയോ അമ്മയുടെ നാമങ്ങൾ ചൊല്ലി അർച്ചന ചെയ്യുകയൊക്കെ ചെയ്യും. നാളെ ലളിതാ സഹസ്രനാമത്തിനാണ് പ്രസക്തി. അതുകൊണ്ട് തന്നെ നാളെ നമുക്ക് ലളിതാ സഹസ്രനാമ ജപമാണ് ഏറ്റവും ശ്രേഷ്ഠം. നാളത്തെ ദിവസം ലക്ഷ്മി, ദുർഗ, സരസ്വതി ക്ഷേത്രങ്ങൾ ഒന്നിച്ച് ദർശിക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ ചോറ്റാനിക്കര, മൂകാംബിക പോലെയുള്ള ക്ഷേത്രങ്ങൾ, കാരണം അവിടെ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടെന്നുള്ള രീതിയിൽ ഈ ഭാവങ്ങൾ മാറി മാറി വരുന്നത് കൊണ്ട് ആ ക്ഷേത്രങ്ങളായിട്ടോ അങ്ങനെയല്ലെങ്കിൽ വേറെ വേറെയായിട്ട് ഈ 3 ദേവീ ഭാവത്തിലുള്ള ക്ഷേത്രങ്ങൾ ദർശിച്ച് തൊഴുന്നതും നമുക്ക് നല്ല ഐശ്വര്യങ്ങൾ കൊണ്ടുവന്ന് തരും. അപ്പം നമ്മൾ അത്
പോകാൻ പറ്റാത്തവർക്ക് രാവിലെയും വൈകിട്ടുമുള്ള ഈ ഒരു ലളിതാ സഹസ്രനാമ ജപം വഴി 3 ദേവികളുടെയും 30 ദേവികളുടെയും അനുഗ്രഹം നമുക്ക് കിട്ടാനും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവാനും അത് കാരണമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും കഴിയുന്നതും ഈ ഒരു ലളിതാ സഹസ്രനാമ ജപം കൂടിയിട്ട് നാളെ ചെയ്യാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.